ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചക്ക സീസണൊക്കെ അല്ലേ, അപ്പോൾ ഒരു പഴുത്ത ചക്ക കിട്ടി, അപ്പോൾ ചക്കപ്പം ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഒരു 10-12 ചക്കച്ചുള എടുക്കാവുന്നതാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കണം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക കേട്ടോ. അത്യാവശ്യം ഇതാ നല്ല പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ ഒരു 250 ml ഒരു കപ്പ് അളവിൽ ചക്കയുടെ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി 1/4 ടീസ്പൂൺ ചെറുജീരകം പൊടിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസിൻ്റെ അളവിൽ ബാക്കിയുള്ള ഇതിലുള്ള എല്ലാം എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇതാ മിക്സ് ചെയ്ത് ഇതേപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനി കുറച്ചുകൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടും വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു നുള്ളുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതാ ഇതേപോലത്തെ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് തടവുക. എന്നിട്ട് ആവിപാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യ് തടവിയ പാത്രം വെച്ച് അതിലേക്ക് എന്താക്കുക, ഈ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ വെള്ള എള്ളും ബദാം പൊടിച്ചതാണുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് നട്ട്സ്, അത് എന്താ വെച്ചാൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നല്ല പോലെ ആവി പോവാത്ത രീതിയിൽ അടച്ചു വെക്കണം. ഇതിനി ഒരു 20-25 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കേണ്ടതാണ് കേട്ടോ. ഇതിപ്പോൾ ഇതാ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിൻ്റെ മുന്നേ ഒരു സ്പൂണോ കത്തിയോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. സ്പൂണുമ്പോൾ അങ്ങനെ മാവ് ഒന്നും കാണുന്നില്ലെങ്കിൽ നല്ല വെന്തിട്ടുണ്ട് എന്നാണ്. ഇനി ഇത് അത്യാവശ്യം ഒന്ന് തണുക്കാൻ വെക്കണം നല്ലോണം. തണുത്തതിന് ശേഷം ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടി അടിപൊളി ചക്കപ്പം ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് അവിടെ അവസാനിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.